ഇബാദത്ത് എന്ന് പറഞ്ഞ പ്രാർത്ഥന മൊയ്തീൻ ശൈഖിനോട് നടത്തിയാൽ അത് മൊയ്തീൻ ശൈഖിനുള്ള ഇബാദത്ത്, ശ്രീരാമനോട് നടത്തിയാൽ അത് ശ്രീരാമനുള്ള ഇബാദത്ത്, യേശുവിനോട് നടത്തിയാൽ അത് യേശുവിനുള്ള ഇബാദത്ത്, ജിന്നിനോട് നടത്തിയാൽ അത് ജിന്നിനുള്ള ഇബാദത്ത്, മലക്കിനോട് നടത്തിയാൽ അത് മലക്കിനോടുള്ള ഇബാദത്ത്. ശരിക്ക് ചിന്തിക്കുക, വളരെ ഗൗരവമായി ചിന്തിക്കുക. ഒരു നബിയും തങ്ങളുടെ ആവശ്യം അല്ലാത്ത ഒരാളോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇത് പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്ന ആവശ്യം. ഇപ്പോൾ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ 30-ാം അധ്യായം 100 സൂറത്ത് സാഫാത്ത്. ഇബ്രാഹിം നബി കുട്ടികൾക്ക് വേണ്ടി വലം അകും ബിദുആഇക റബ്ബി ശഖിയ, അല്ലാഹുവേ ഞാൻ നിന്നോട് ദുആയിരിക്കുന്നത് നിരാശനല്ല. ഈ സക്കരിയ നബിയുടെ വഴി എന്താ സമസ്തക്കാർക്ക് സ്വീകരിച്ചാൽ 19-ാം അധ്യായം 1 മുതൽ 8 വരെ, 3-ാം അധ്യായം 36 മുതൽ 42 വരെ പ്രാർത്ഥന മുഴുവൻ അല്ലാഹുവിനോട്. മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് 5 ഇരുട്ടറകൾക്കുള്ളിൽ കിടന്ന് യൂനുസ് നബി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ 21-ാം അധ്യായം 87-ാമത്തെ വചനം, 78-ാമത്തെ വചനം. അതുപോലെ വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നി മസ്സനിയ ദുർ വ അൻത അർഹമുർ റഹീമീൻ 21-ാം അധ്യായം 83. രോഗം വന്നപ്പോൾ അല്ലാഹുവോട് വൈദാ മരിഖ്തു ഫഹുവ യശ്ഫീൻ, ഇബ്രാഹിം നബി പറയാൻ എനിക്ക് രോഗം വന്നാൽ ശിഫയാക്കുന്ന അല്ലാഹയാണ്. ഇതാണ് ഇസ്ലാം, ഇത് മാത്രമാണ് ഇസ്ലാം. അതുകൊണ്ട് അല്ലാഹനെ മാത്രം ഇബാദത്ത് ചെയ്യുക.